Hello everyone. Today we are going to discuss the fourth part of the topic sensitivity analysis, that is introduction of new variables. Suppose we have an LPP, minimize f of x equal to some cx subject to the constraints ax equal to b, x greater than or equal to 0. Suppose we have this LPP and we found the optimal solution of this LPP. Okay, we found the optimal solution of this LPP. Now, after finding this optimal solution, suppose we need to introduce new variables to this LPP. Okay, so അങ്ങനെ നമ്മൾ പുതിയ വേരിയബിൾസ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇറ്റ് സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു എക്സെട്ര സി എൻ എക്സ് എൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു വേരിയബിൾ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ് എൻ പ്ലസ് വൺ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് ടു എക്സെട്ര ഒന്നിലേറെ വേരിയബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു പുതിയ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ എഫക്റ്റ് എവിടെ ഉണ്ടാവും? ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുണ്ടാവും, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസിലുണ്ടാവും. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസ് ഒക്കെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക, വേരിയബിൾസ് അതാണല്ലോ. അപ്പോൾ അതിൽ പുതിയ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും മാറ്റം വരും, ഇവിടെയും മാറ്റം വരും, ദാറ്റ് ഈസ് ഇതും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ let the new variables be xn plus k equal to 1 2 3 etc. That is k1 എടുത്തു കഴിഞ്ഞാൽ xn plus 1 വരും, xn plus 2 etc. ഇത്രയും വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, വിത്ത് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ain plus k, അതായത് ain plus k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1n plus k, a2n plus k etc. ആൻഡ് cn plus k. ഓക്കെ, ഇത് കോസ്റ്റ് കോഎഫിഷ്യൻസ് ആയിട്ട് cn plus k എന്ന് ആഡ് ചെയ്യുന്നു. ഇത് നമ്മുടെ മാട്രിക്സ് എയുടെ കോഎഫിഷ്യൻസ് ആയിരിക്കും ഈ എ ഐക്ക് എൻ പ്ലസ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പുതിയ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിൽ കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം കൂടാത്തതുകൊണ്ട്, സിൻസ് ദി നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് റിമൈൻസ് സെയിം, കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും, അതുകൊണ്ട് നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസിൻ്റെ ആയിരിക്കും സെയിം തന്നെ ആയിരിക്കും, മാറ്റം വരില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന എം നമ്മൾ സാധാരണ എം ആണ് പറയുന്നത്, എം ഈക്വേഷൻസ് ആണ് കൺസ്ട്രെയിൻസ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസിൻ്റെ എണ്ണം മാറ്റം വരില്ല, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് സെയിം ആയതുകൊണ്ട്. ഓക്കെ, സോ ദി ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഗിവ്സ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി ന്യൂ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതിന് മാറ്റമൊന്നും വരില്ല, ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിന് ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് പറഞ്ഞു വന്നത്, പുതിയ ഒരു വേരിയബിൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എത്രയും വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓൾറെഡി കിട്ടിയ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് തന്നെയായിരിക്കും, അത് ഓൾറെഡി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെ ആയിരിക്കും. കാരണം നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ബേസിക് വേരിയബിൾസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അതുകൊണ്ട് ആ ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഇറ്റ്സ് ആൾസോ എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നൗ വി നീഡ് ടു ചെക്ക് ഇറ്റ് ഈസ് ദാറ്റ് സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ ഓർ നോട്ട്. ഓക്കെ, ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒപ്റ്റിമൽ ആണെങ്കിൽ കുഴപ്പമില്ല, ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും മെത്തേഡ് ഇറ്ററേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ എക്സ് എൻ പ്ലസ് കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൻ പ്ലസ് കെ എന്നുള്ള വേരിയബിൾസ്, അതായത് കെ 1 2 3 എക്സെട്ര ആകുമ്പോൾ എക്സ് എൻ പ്ലസ് 1 എക്സ് എൻ പ്ലസ് 2 എക്സെട്ര ഇങ്ങനെ വേരിയബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കറസ്പോണ്ടിങ് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ഈ സി എൻ പ്ലസ് കെ എന്നുള്ളത് കോസ്റ്റ് കോഎഫിഷ്യൻസ് ആണ് കറസ്പോണ്ട്. അപ്പോൾ എക്സ് എൻ പ്ലസ് കെ എന്ന വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ആണ് cn plus k. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇറ്റ് ക്യാൻ ബി ഒബ്ടൈൻഡ് ഫ്രം ബൈ യൂസിങ് ദിസ് ഫോർമുല. cn plus k ബാർ ഇസ് ഈക്വൽ ടു, ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ആണ്, ഈക്വൽ ടു cn plus k. അത് ഓൾറെഡി ഉണ്ടായിരുന്ന കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് പ്ലസ് സമ്മേഷൻ i ഫ്രം 1 to n ain plus k pi i k equal to 1 2 3 etc. where pi i are simplest multipliers. So simplest multipliers can be obtained from using this formula. You already know that pi dash is equal to minus e naught into a naught inverse. Okay, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് അതിൽ ഓൾറെഡി നമുക്ക് എ നോട്ട് ആദ്യം കണ്ടുപിടിക്കണം, എ നോട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, ദെൻ സിംപ്ലസ്റ്റ് മൾട്ടിപ്ലയേഴ്സ് ഓൾറെഡി കണ്ടുപിടിക്കേണ്ടി വരും, ദെൻ
By using that multipliers, simplest multipliers, we can find the relative cost coefficients of the newly introduced variable. Okay. അപ്പോൾ അതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ വേരിയബിൾസിൻ്റെയും കോസ്റ്റ് കോഎഫിഷ്യൻസ് എല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ വേരിയബിൾസിൻ്റെയും ഈ കോസ്റ്റ് കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ ദി ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും? റിമൈൻസ് ദി ഒപ്റ്റിമൽ. ഓക്കെ, ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇപ്പോഴും ഒപ്റ്റിമൽ ആയിരിക്കും. ഇതെല്ലാം കാരണം ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് പറഞ്ഞാൽ C1 C2 എക്സെട്ര Cn ബാറാണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് xn+1 xn+2 എക്സെട്ര ഇത്രയും വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് കോസ്റ്റ് കോഎഫിഷ്യൻസ് Cn+1 Cn+2 എക്സെട്ര ഇതായിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മൾ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നു. അതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെയാണെങ്കിൽ എന്തായിരിക്കും? സൊല്യൂഷൻ ഒപ്റ്റിമൽ ആയിരിക്കും. ഓൾറെഡി ഉണ്ടായിരുന്ന സൊല്യൂഷൻ തന്നെ ഇപ്പോഴും ഒപ്റ്റിമൽ ആയിരിക്കും. അപ്പോൾ പുതുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ല Cn+1k അല്ലെങ്കിൽ Cn+k ബാർ, ദാറ്റ് മീൻസ് പുതിയ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് എല്ലാം നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ ചിലതെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കില്ല, ഇപ്പോൾ ഒപ്റ്റിമൽ ആവില്ല. സോ വി നീഡ് ടു ഫൈൻഡ് ന്യൂ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ ഇറ്ററേഷൻസ് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. Consider the problem. This problem is already we are done by using in the section of changing the BIs. Okay, BI എന്നുള്ള സെക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമൽ ബേസിക് ടേബിൾ ഇതാണ്, ഒപ്റ്റിമൽ സിംപ്ലസ്റ്റ് ടേബിൾ ഇതാണ്. നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ ഇതിൻ്റെ ഒപ്റ്റിമൽ ടേബിൾ ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയുന്ന കേസസ് ഇതൊക്കെയാണ്. സൊല്യൂഷൻസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുന്നത് x1 2/3, x2 1/3, x3 13/3, x4 11/3. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ് ആ ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ദാറ്റ് ഈസ് x0 = x1 x2 എക്സെട്ര x1 x2 x3 x4 ആണ്. 2/3 1/3 13/3 and 11/3 നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. And the objective function value എന്താണ്? മിനിമം വാല്യൂ f = 13/3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇത്രയും ഇവിടെ രണ്ട് വേരിയബിൾസ് ആണുള്ളത്, x1 x2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് x3 x4 x5 x6 നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നൗ ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു a0 a0 ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. x1 x2 x3 x4 ബേസിക് വേരിയബിൾസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് കോളംസ് ഇൻ ദി സ്റ്റാർട്ടിംഗ് ടേബിൾ ആയിരിക്കും എന്ത് വരിക? a0 ഇൻവേഴ്സ് വരുന്നത്. സോ a0 ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. a0 ഇൻവേഴ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓൾറെഡി ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോസിൽ. സപ്പോസ് നൗ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ വേരിയബിൾ. ലെറ്റ് ദി ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് വേരിയബിൾ ബി x7 with coefficients with relative coefficients c7 is equal to 2 and the coefficients in the matrix A are A17 equal to 1, A27 equal to -1, A37 equal to -3 and A47 equal to 3. Okay, so now simplest multipliers are given by this. Y dash is equal to minus C0 into A0 inverse. We already found the A0 inverse here. So by using that, minus C0 inverse into A0 inverse equal to this. We already know minus C0 is -4 -5 0 0 and A0 inverse is this. So multiplying this we get 0 0 minus 1/11/3 minus 1/3. So we have pi1 and pi2 equal to 0 and pi3 equal to minus 11/3, pi4 equal to minus 1/3. These are the simplest multipliers. Okay, so by using these simplest multipliers we can find the relative cost coefficients of the newly introduced variable x7. Okay, x7 ന്റെ relative cost coefficients കണ്ടുപിടിക്കാൻ പറ്റും. That is C1 bar is equal to C7 plus summation I from 1 to 4 AI 7 pi I. Okay, so that is C7 plus I varies from 1 to 4, so A17 pi 1 plus A27 pi 2 plus A37 pi 3 plus A47 pi 4.
Okay, that is C7 is 2 in 2 plus we already know the relative cost coefficients. The cost coefficients is C7 equal to A17 1, A27 minus 1, A37 minus 3 and A47 3. So replacing these values here, we get A17 is 1, A27 is minus 1, A37 is minus 3 and A4 is this. Okay, so applying this we get, and pi 1 is 0, pi 2 is 0, pi 3 is minus 11 by 3 and pi 4 is minus 1 by 3. So adding this we get C7 bar is equal to 12 which is greater than 0. ആക്ച്വലി ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ആണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്നിലേറെ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ബൈ ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു വേരിയബിളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, അപ്പോൾ ആ വേരിയബിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി വേറെയും വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദി കറസ്പോണ്ടിങ് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻ C7 ബാർ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 12 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നോൺ നെഗറ്റീവ് ആണ്. സോ ദി ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണ്? സ്റ്റിൽ ഒപ്റ്റിമൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ മാറ്റം വരില്ല, റിമെയിൻസ് അൺചേഞ്ച്ഡ്. ക്ലിയർ? ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ x7ന്റെ കൂടെ വേറെയും x8ഉം x9 ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നിലേറെ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി നീഡ് ടു ചെക്ക് ദി കറസ്പോണ്ടിങ് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. അതെല്ലാം അതിന്റെ വാല്യൂ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, അതിപ്പോഴും ഒപ്റ്റിമൽ തന്നെ ആയിരിക്കും അതാണ് പറയുന്നത്. ഇനി നമ്മൾ സപ്പോസ് we introduce a new variable x7. ഈ x7 നമ്മൾ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് കോസ്റ്റ് കോഎഫിഷ്യന്റ് ഇതാണ് C7 2 ആണ്, ആൻഡ് കറസ്പോണ്ടിങ് ദി കോഎഫിഷ്യൻസ് ദിസ് മാട്രിക്സ് എയുടെ കോഎഫിഷ്യൻസ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മാറ്റം വരുമ്പോൾ നമുക്ക് ഇത് സെയിം മെത്തേഡ് വെച്ചിട്ട് C7 ബാർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും. ഓക്കെ, A17 equal to this, A27 equal to -1, A37 equal to 3 and A47 equal to 3. ഈ ചേഞ്ചസ് ആയിട്ട് വരും. ആൻഡ് C7 2 വരും. pi 1, pi 2, pi 3, pi 4 are same. So C7 bar equal to -10 which is negative. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും? ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തല്ല, ഇപ്പോൾ ഒപ്റ്റിമൽ അല്ല. സോ ദി ന്യൂ പ്രോബ്ലം ഈസ് നോട്ട് ഒപ്റ്റിമൽ. സോ വി നീഡ് ഫർദർ ഇറ്ററേഷൻസ് ടു ഗെറ്റ് ദി ന്യൂ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഇറ്ററേഷൻസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ടൊരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഒന്നും കൂടെ ഉണ്ടാക്കണം ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽസ് ടേബിളിൽ. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടേബിൾ ഫോർ ദിസ് ന്യൂ പ്രോബ്ലം വിൽ ബി as of the original optimal table, so optimal solution with an additional column P7. ഇപ്പോൾ ഈ x7 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളം കൂടെ ഇടണം, in which C7 bar is -10 and A17 bar, A27 bar, A37 bar എന്തായിരിക്കും? ഇത് വെച്ചിട്ടായിരിക്കും മാറ്റം വരിക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറസ്പോണ്ടിങ് ന്യൂ വാല്യൂസ് ഫോർ A17, A27, A37, A47 കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ തന്നിട്ടുള്ള ഈ വാല്യൂസ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ x7 ആണ് വിത്ത് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് C7 ഈക്വൽ ടു 2. C7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ f of x ഈക്വൽ ടു cx. ഇതിലുള്ള ഈ സിയുടെ വാല്യൂ ആണ് എന്ത് വരുന്നത്? C7 എന്നുള്ള വരുന്നത്. മറ്റേത് ax ഈക്വൽ ടു b എന്നുള്ള കൺസ്ട്രെയിൻസിലെ ഇതിന്റെ സെവൻത്ത് കോളായിരിക്കും ഓൾറെഡി എന്ത് വരിക? A17, A27, A37, A47 വരിക. ഇത് നമ്മൾ ഒറിജിനൽ ഒപ്റ്റിമൽ ടേബിളിലായിരിക്കും ഉണ്ടാവും. പക്ഷേ ഒറിജിനൽ ഒപ്റ്റിമൽ ടേബിളിലുള്ള സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിലെ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള ഒപ്റ്റിമൽ ടേബിളാണ്. ആ ഒപ്റ്റിമൽ ടേബിളിലേക്ക് മാറ്റുമ്പോൾ ഇത് മാറ്റം വരും. ഇതെന്തായിരിക്കും? C7 എന്നുള്ളത് എന്തായിരിക്കും? C7 ബാർ ആയിട്ടുണ്ടാവും. ഈ A17, A27, A37, A47 ഒക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് ടേബിളിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ടാവും, നമ്മൾ പുതിയ ഒപ്റ്റിമൽ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ മാറ്റം വരും. ഓക്കെ, അതിലേക്ക് ഉണ്ടാകുന്ന ആ മാറ്റമാണ് എന്ത് പറയുന്നത്? ഇത് വെച്ച് ചെയ്യാന്ന് പറയുന്നത്. അതായത് A17 bar, A27 bar, A37 bar, A47 bar is nothing but A0 inverse into A17, A27, etc. ഈ ചേഞ്ച് എവിടെ വന്നിട്ടുണ്ടാവും? ചേഞ്ച് വന്നിട്ട് ഇപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. A0 ഇൻവേഴ്സ് ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 0 -5 -4 ആയിരിക്കും വരിക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് ഓൾറെഡി സ്റ്റാർട്ടിംഗ് ടേബിൾ ആയിരിക്കും ഉണ്ടാവേണ്ടിയിരുന്നത്.
പക്ഷേ നമ്മൾ ഒപ്റ്റിമൽ ടേബിൾ കൊടുക്കുമ്പോൾ ഇനി ഇതായിരിക്കും നമ്മൾ വാല്യൂസ് വെക്കുന്നത് 3 to 0 -5 -4. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പുതിയ ടേബിൾ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് വരുന്നത്, അതായത് ഇവിടെ ഈ P6 വരെയുള്ള എന്തായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ ടേബിളാണ്. ഇത്രയും നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ ടേബിളാണ് ഈ P6 വരെ. ഓക്കെ, നമ്മൾ പുതിയ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് x7 എന്നുള്ള വേരിയബിൾ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു കോളം ഉണ്ടാക്കി P7 എന്നുള്ള കോളം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസ് -10 എന്നുള്ളത് C7 ബാർ ആണ് ഈ -10 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യന്റ് ഇത് നമ്മളിപ്പോൾ മാറ്റം ഇപ്പോൾ പുതിയ കണ്ടുപിടിച്ച ഈ വാല്യൂസ്. ഓക്കെ, അതായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഇവിടെ വരാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല, കാരണം ഇത് -10 ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഒപ്റ്റിമൽ അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും, ഈ x7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള C7 ബാർ എന്തായിരിക്കും 12 അങ്ങനെ ഉണ്ടായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. സോ സൊല്യൂഷൻ എന്തായിരിക്കും, ഒപ്റ്റിമൽ ആയിരിക്കും, കാരണം എല്ലാ CJയും ആ കേസിൽ > 0 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൊല്യൂഷൻ ഒപ്റ്റിമൽ ആയിരുന്നു. പക്ഷേ ഈ കേസിൽ ഇറ്റ് ഇസ് -10, ഇറ്റ് ഇസ് നോട്ട് ഒപ്റ്റിമൽ, <0 ആയതുകൊണ്ട് ഒപ്റ്റിമൽ അല്ല. അപ്പോൾ എന്തായാലും ഈ കറസ്പോണ്ടിങ് വെക്ടർ x7 എന്തായിരിക്കും ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ നോൺ സീറോ വാല്യൂസിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2/9. സോ x1 എന്തായിരിക്കും ഔട്ട് ഗോയിങ് ആയിരിക്കും. സോ നമ്മൾ സാധാരണ സിമ്പിൾ സ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ x1 മാറിയിട്ട് x7 വന്നു. ദെൻ വീണ്ടും നമ്മൾ സെയിം മെത്തേഡ് എല്ലാം അപ്ലൈ ചെയ്തപ്പോൾ ഹിയർ ഇസ് -7/9. നിങ്ങൾ വെരിഫൈ ചെയ്യാനുള്ളതല്ല കേട്ടോ, ഡയറക്റ്റായിട്ട് എഴുതി വെക്കരുത്, യു നീഡ് ടു ചെക്ക് ഇറ്റ്. സോ here is -7/9, it's also less than 0. So the incoming vector variable is x5 is the incoming vector, and the ratio is least ratio is 1. So outgoing variable is x2. So in the next iteration we'll get all the CJs CJ are greater than or equal to 0. This is 10/3, 7/3, 0, 0, 0, 2/3. All the CJR greater than or equal to 0, so solution is optimal. Now the new solution is x1 equal to 0, x2 equal to 0, x3 equal to 16/3, x4 equal to 7/3, x5 equal to 1, x6 equal to 0, x7 equal to 2/3. This will be the new solution. Okay, and the value of f is 4/3. Okay, so thank you.